ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അയൺ ബോക്സ് റിപ്പയറിംഗ് ആണ്. അപ്പോൾ ഈ അയൺ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് എന്തെന്ന് വെച്ചാൽ അതിന് കോഡ് വയർ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് പുതിയൊരു കോഡ് വയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കോഡ് വയർ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലിന് അതിൻ്റെ ടോപ്പ് കവർ അഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കണക്ഷൻ അഴിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായി ഇതിൻ്റെ ഫ്രണ്ടിലുള്ള 2 സ്ക്രൂവും അതുപോലെ ബാക്കിൽ 2 സ്ക്രൂ കൂടി വരുന്നുണ്ട്. അത് അഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലൈന് അഴിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ന്യൂട്രൽ വയറും ഫേസ് വയറും അഴിച്ചെടുക്കുക. എന്നതിന് ശേഷം പുതിയ കേബിളിൻ്റെ വയർ നമുക്കതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഫേസ് വയർ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ എൽ എഴുതിയ ഭാഗത്തും അതുപോലെ ന്യൂട്രൽ ലെഫ്റ്റ് സൈഡിൽ എൻ എഴുതിയ ഭാഗത്തും കണക്ട് ചെയ്യുക. ഫേസ് വയർ റെഡും ന്യൂട്രൽ വയർ ബ്ലാക്കുമാണ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു വയറുള്ളത് എർത്താണ്. എർത്ത് നിർബന്ധമായി നമുക്കതിൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ആരും കണക്ട് ചെയ്യാതിരിക്കരുത്. അപ്പോൾ എർത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതാ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കവറ് ഫിറ്റ് ചെയ്യുക. ആദ്യം ഫ്രണ്ടിൽ 2 സ്ക്രൂ ഇട്ടതിന് ശേഷം ബാക്കിലും അതുപോലെ 2 സ്ക്രൂ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ നോബ് കറക്റ്റായിട്ട് ആ ഗാഡിയിൽ കറക്കി ഇടുക. എന്നതിന് ശേഷം നമ്മുടെ വയറ് വലിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പർ സ്ക്രൂ ചെയ്യുക. നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ പ്ലഗ് നിർബന്ധമായും ഊരിയിടുക. നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തിയായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ആ പ്ലഗ് നിർബന്ധമായും ഒന്ന് അഴിച്ചിടണം. അതിന് ശേഷം എന്താ ബാക്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതുകൂടി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.